1, 2, 3, 4, 5. ഈ വർഷവും ഞാൻ തന്നെ ചാമ്പ്യൻ. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. യജമാന്റെ നടപ്പ് കണ്ടില്ലേ? എന്തൊരന്തസ്, പൊന്നു തമ്പുരാനെ പോലെ. I'm sorry. Well, my boy, you did a wonderful job. Let us go for the next set. ഈ തെണ്ടിച്ചിറക്കണ കൊണ്ട് സാധിക്കുമോ? എന്താ, ഞാൻ ഉള്ളതുപോലെ പറയും. ഈ രാജു ആരായിരുന്നു? ഈ കോർട്ടിലെ മാർക്കറുടെ മകൻ തെണ്ടിച്ചെറുക്കൻ. അച്ഛാ, ഒന്നും മിണ്ടായിരിക്കും അച്ഛാ. കൺഗ്രാജുലേഷൻസ്. കളിയായാലും കാര്യമായാലും തറവാടിത്തത്തിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. അതാണല്ലോ ഇപ്പൊ കണ്ടത്. യജമാനെ കാണാൻ രാജു സാർ വന്നിരിക്കുന്നു. വരാൻ പറയും. വരൂ രാജു. എന്റെ തോൽവിയുടെ പ്രതീകമാണിത്. എന്റെ പരാജയത്തിന് എനിക്ക് ലഭിച്ച പാരിതോഷികം.
ആയിരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആദ്യത്തെ സെറ്റ് നീ നിഷ്പ്രയാസം ജയിച്ചു. പിന്നീട് നിനക്ക് എന്ത് പറ്റി? ആദ്യത്തെ സെറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. റാക്കറ്റോട് ചെറിയുന്നതും ഞാൻ കണ്ടു. ഇത്രയും ആളുകളുടെ മുൻപിൽ അങ്ങയ്ക്ക് തോൽവി താങ്ങാൻ സാധിക്കില്ല എന്ന വാസ്തവം ഞാൻ മനസ്സിലാക്കി. ശരിയാണ് രാജു, ശരിയാണ്. ഒരിക്കലും എനിക്ക് തോൽവി സമ്മതിക്കാൻ വയ്യ. പക്ഷേ എനിക്കൊരു അനിയനുണ്ടായിരുന്നെങ്കിൽ അവൻ പോലും ഈ ഒരു മഹാമനസ്സ് കാണിക്കുമായിരുന്നില്ല. നിന്റെ അച്ഛനാണ് എന്നെ ടെന്നീസ് കളിക്കാൻ പഠിപ്പിച്ചത്. അന്നൊക്കെ അച്ഛന്റെ കൂടെ ഞാനും കോർട്ടിൽ വരുമായിരുന്നു. കോർട്ടിന് പുറത്തു പോകുന്ന പന്തെല്ലാം ഞാൻ എടുത്ത് തരുമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങയുടെ സഹായം കൊണ്ടാണ് എനിക്ക് പഠിക്കാനും ഡിഗ്രി എടുക്കാനും സാധിച്ചത്. ആ, നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായി? ഒന്നുമായില്ല. ശരി. മാനേജർ, മുകളിലേക്ക് വരൂ. ഇന്ന് ഈ ജോലി അന്വേഷിച്ചെങ്ങും പോണ്ട. മാനേജർ, ഇന്നു മുതൽ ഞാൻ രാജുവിനെ എന്റെ PA ആയി നിയമിച്ചിരിക്കുന്നു. ഹലോ. ഹലോ. നിങ്ങൾ പോയി ജോലിക്കാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ശരി സാർ, അയക്കാം. ഞാൻ ഇതിനർഹനാണോ? ടെന്നീസ് കോർട്ടിൽ എല്ലാവരും എന്നെ പൂഴ്ത്തിയപ്പോ നിന്റെ മുഖം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ആ മുഖത്ത് കപടമില്ലായിരുന്നു, അസൂയയില്ലായിരുന്നു. പക്ഷെ തോറ്റത് ഞാനായിരുന്നെങ്കിൽ എനിക്കില്ലാത്ത ഒരു പ്രത്യേക ഗുണം ഞാൻ നിന്നിൽ കണ്ടു. അതാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന എന്നെപ്പോലുള്ളവർക്ക് തോൽവി ഒരു പ്രശ്നമേ അല്ല. പക്ഷെ അങ്ങയുടെ കാര്യം അതല്ല. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ളവർക്ക് തോൽവി ഒരു പേടി സ്വപ്നമായിരിക്കും. സൗഭാഗ്യങ്ങൾ ആർക്ക്? എനിക്കോ? അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. അച്ഛൻ കുതിരപ്പന്തയങ്ങളുടെയും ലഹരികളുടെയും ലോകത്തിൽ അഭയം തേടിയപ്പോ മാനേജർമാരുടെയും ജോലിക്കാരുടെയും മേൽനോട്ടത്തിൽ ഞാൻ വളർന്നു. പൈസ കൊടുത്താൽ കിട്ടാവുന്ന സ്നേഹം മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. രാജു, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. നിനക്ക് തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് എന്റെ അനിയാകാൻ കഴിയുമോ? കന്യു? ഇന്നു മുതൽ നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും രാജുവിനോട് കാണിക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? രാജു എന്റെ അനിയനാണ്. വെക്കോളൂ, വരൂ. കാപ്പി. വിവരമുണ്ടായിരുന്നെങ്കിൽ അവർ രാജുവിനെ പൊഴുത്തുമായിരുന്നു. രാജുവിനെയോ തോറ്റവനെയോ? രാജുവിന്റെ ഗെയിം അച്ഛനും കണ്ടതല്ലേ? മോളെ, ഒരു സത്യം നീ മനസ്സിലാക്കണം. കളി എങ്ങനെ ഇരുന്നാലും ജയിക്കുന്നവനാണ് വില. നീ അച്ഛനെ കണ്ടു പഠിക്കേ. ഇവിടെ എത്രയോ മന്ത്രിസഭകൾ പൊളിഞ്ഞു. ഈ മന്ത്രിസഭകൾ പൊളിക്കുന്നവരുടെ കൂട്ടത്തിൽ അച്ഛനുണ്ടായിരുന്നു. ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു. ഈ വന്ന രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം മാന്യസ്ഥാനം അച്ഛനുണ്ടായിരുന്നു. ഇതിനാണല്ലോ അവസരവാദം എന്ന് പറയുന്നത്. അവസരവാദം എന്നല്ല, പ്രായോഗിക ബുദ്ധി. ആ ബുദ്ധി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കാണായ സ്വത്തുക്കളെല്ലാം സമ്പാദിക്കാൻ കഴിഞ്ഞത്. നിന്നെ പഠിപ്പിക്കൊരു ഡോക്ടറാക്കാൻ കഴിഞ്ഞത്. വിനോദിന്റെ 1000 ഏക്കർ എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് എനിക്ക് കിട്ടിയത്. വിനോദിന്റെ അച്ഛന്റെ എസ്റ്റേറ്റിൽ ഒരു മേസ്ത്രി ആയിട്ടാണ് ഞാൻ എന്റെ ജീവിതം ആരംഭിച്ചത്. അറിയാമോ? ഈ കഥ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നേടാനുള്ളത് മുഴുവൻ നേടി കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറെ ബാക്കി കിടക്കും. അതിന് നിന്റെ സഹകരണം എനിക്ക് ആവശ്യമാണ്. മുഴുവൻ ഉണ്ടല്ലേ? പറഞ്ഞ തന്നെ സാർ. 50. 50? ആ, എന്റെ വീതം കഴിച്ച് ബാക്കി. ഓഹോ, അതങ്ങനെ നേരത്തെ എടുത്തു അല്ലേ? ആ, ശരി, പൊക്കോളൂ. പിന്നെ ഇത് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, മുഴുവൻ ഉണ്ടല്ലോ. എണ്ണി നോക്കാം. നമ്മൾ തമ്മിൽ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, പോണം. അച്ഛാ, എന്റെ വീതം വേണം,
ചെറിയൊരു ഓഹരി തന്നാ മതി. ഏത് വകയാണ് നിന്റെ വീതം? അച്ഛന്റെ പണം പിന്നെ ആർക്കുള്ളതാ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും ആ പണം എന്റെ കയ്യിൽ തന്നെയല്ല വരണം. അച്ഛനാണ് ഇപ്പോഴൊന്നും മരിക്കുകയുമില്ല. ഒന്ന് മരിക്കേ. അതായത് ഞാൻ പെട്ടെന്ന് മരിക്കണമെന്ന്? അല്ല, അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അച്ഛൻ ദൈവം സഹായിച്ച് ഒരുപാട് വർഷം ജീവിക്കണം, ഒരുപാട് പണം ഉണ്ടാക്കണം, ഒരുപാട് എനിക്ക് തരണം. നീ തനി ഇറങ്ങി പുറത്തു പോകണമെന്ന് നിന്നെ ചവിട്ടി പുറത്താക്കണം. അയ്യോ, അച്ഛൻ ബഹളം വെക്കരുത്. അച്ഛന്റെ ബഹളം കേട്ട് ആരെങ്കിലും വരും, ഈ പണം കാണും, അച്ഛനെ സംശയിക്കും. ഇത് അച്ഛൻ തന്നെ വെച്ചോ, മൂക്കുപിടി വാങ്ങിക്കാം. അല്ല, ഞാൻ ഇറങ്ങി പോയേക്കാം, പക്ഷെ അച്ഛൻ സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലാവും. ഗസ്റ്റ് ഹൗസിൽ? മനസ്സിലായില്ലേ? സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസ്, ജയിൽ. വ്യക്തമായിട്ട് പറഞ്ഞാൽ സെൻട്രൽ ജയിൽ. ജയിലിലോ? എന്തിനാണ് ഞാൻ ജയിലിൽ പോകുന്നത്? ആ, ഈ പണത്തിന്റെ രഹസ്യം അച്ഛന് മാത്രമേ അറിയാവൂ എന്നാണ് അച്ഛന്റെ വിചാരം. പാവം, അത് ഈ മകനും അറിയാം. അച്ഛന്റെ ബുദ്ധിശക്തി ഈ മകനും ഉണ്ടല്ലോ. ഈ രഹസ്യം പുറത്തായാൽ അച്ഛനകത്താകും. അച്ഛനകത്ത് കിടക്കുന്നത് ഈ മകന്റെ അന്തസ്സിനെ ബാധിക്കില്ലേ? അതൊഴിവാക്കിക്കൂടെ? ഞാൻ എന്ത് വേണമെന്ന് നീ പറയണത്? ഇതിൽ നിന്നും ഒരു കെട്ട്. ബൈ ബൈ ഡാഡി. അമ്മേ, അമ്മേ, അമ്മേ. പിന്നെന്താ മോനെ നിനക്ക് പതിയില്ലാത്ത സന്തോഷം? അമ്മ അങ്ങോട്ട് നോക്കിക്കേ. ആ കാറ് കണ്ടോ? ആരുടെയാ? നമ്മുടെ വേണമേ. നമ്മുടെയോ? ആ, വിനോദ് മുതലാളി പറയുന്നു ഇന്നു മുതൽ ഞാൻ നടക്കാനേ പാടില്ല, കാറിലേ പോകാവുന്ന. അതെന്താ? ഞാൻ നടന്നു പോകുന്നത് മുതലാളി കുറച്ചിലാണെന്ന്. കാര്യം എന്താണെന്നറിയാം? ഇന്നു മുതൽ ഞാൻ മുതലാളിയുടെ PA ആണ്, പേഴ്സണൽ അസിസ്റ്റന്റ്. അദ്ദേഹം ദൈവത്തെ പോലുള്ള മനുഷ്യന്. നിന്നെ പഠിപ്പിച്ചു, ഇപ്പൊ നിനക്ക് ജോലിയും തന്നു. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ഊണും ഉറക്കവും എല്ലാം അദ്ദേഹത്തിനോട് ആയിരിക്കണം. എങ്കിലും മാത്രവുമല്ല, ഞാൻ സദാസമയവും അദ്ദേഹത്തിനോട് ഉണ്ടായിരിക്കണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു അനുജനെ പോലെ കാണുന്നു. മോനെ, നീ വളരെ കരുതലോടെ വേണം അദ്ദേഹത്തോട് പെരുമാറാൻ. ഒരു തരത്തിലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ല. അമ്മേ, ഞാൻ എപ്പോഴും അവിടെ ആയിരിക്കുമ്പോൾ അമ്മ തനിച്ചല്ലേ ഇവിടെ കാണൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം. നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല. അമ്മ വരുന്നില്ലേ, ഞാനും പോകുന്നില്ല. അമ്മേ, എനിക്ക് അത്യാവശ്യം ഒരാളിനെ കാണാനുണ്ട്. ആരെയാ? എന്റെ ഒരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഇപ്പൊ വന്നേക്കാം.
ഒരുപോലെ ഉത്സവമായി കനകച്ചിലങ്ക ചാർത്തും കാറ്റാര് കരയിൽ കടലേകും വരയാല് കാറ്റിന്റെ വീരുന്നിൽ അലകളും ഇലകളും കൈകൊട്ടി കളിക്കുന്നതൊരുമിച്ച് കനകച്ചിലങ്ക ചാർത്തും കാറ്റാര് കരയിൽ കടലേകും വരയാല് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. എനിക്കൊരു ജോലി കിട്ടി. മനസ്സിലായി, ഡ്രൈവറുടെ ജോലിയായിരിക്കും. ഡ്രൈവറൊന്നുമല്ല, പേഴ്സണൽ അസിസ്റ്റന്റ്. ഈ കാറ് എന്റേതാണ്. വലിയ ആളായിപ്പോയല്ലോ. ഇനി എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണെന്നോ, കഴിയുന്നതും വേഗം നിന്നെ എന്റെ പുറകെ നടത്തിക്കാം. മോഹം കൊള്ളാം. ഇനിയും അത് നീട്ടിക്കൊണ്ട് പോകണോ? ഞാൻ അമ്മയും കൂട്ടി നിന്റെ വീട്ടിൽ വരാം. പറയൂ, എവിടെയാ നിന്റെ വീട്? ഇതെല്ലാം എന്റെ വീട് തന്നെ. എന്തിനാണ് ഈ ഒളിച്ചു കളി? നീ ഇതുവരെ നിന്റെ പേര് പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പാടിപ്പറക്കുന്ന വാനമ്പാടി, അതാണ് ഞാൻ. നോക്ക്, ഈ തമാശ കളയൂ. എന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, കുറച്ചുകൂടി ക്ഷമിക്കൂ. എന്തിന്? സമയം വരുമ്പോ പറയാം, പോരെ? ശങ്കറിന് നടത്തിപ്പിന് കൊടുത്ത് 1000 ഏക്കറിന്റെ കണക്കുകൾ എവിടെ? ശങ്കർ ഇനിയും അത് വന്നിട്ടില്ല. ഓഹോ, അതിരിക്കട്ടെ, നമ്മുടെ സ്റ്റേറ്റിന് കണക്കുകൾ എവിടെ? അത് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. എന്താ രാജു? ഞാൻ മാനേജറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എസ്റ്റേറ്റിന്റെ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ധാരാളം തടി മോഷണം പോകുന്നു എന്ന് മാനേജർ പറയുന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് കുറെ കൂടി പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? സാറിനൊക്കെ പറയാം. എന്താ വിളിച്ചേ? അത് തെറ്റിപ്പോയി, ചേട്ടൻ. ഇനി ഒരിക്കൽ കൂടി എന്നെ അങ്ങനെ വിളിച്ചാൽ അപ്പൊ ഞാൻ രാജുവിനെ ഡിസ്മിസ് ചെയ്യും. മനസ്സിലായോ? അതിരിക്കട്ടെ, രാജുവിന്റെ അമ്മ ഇങ്ങോട്ട് താമസം മാറ്റില്ലെന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഒരു വാശി പിടിച്ചാൽ അമ്മ എങ്ങനെയാണ്? വാശിയൊക്കെ നമുക്ക് മാറ്റാം. അതിന് ഞാനൊരു മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. നീ ഒരു കല്യാണം കഴിക്കണം. ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതിയല്ലോ എന്റെ വിവാഹം. എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല. അതൊക്കെ ഞാൻ എന്നേ കളഞ്ഞു. നീ വിവാഹം കഴിഞ്ഞാൽ നീയും ഭാര്യയും കൂടി ഇവിടെ വന്ന് താമസിക്കും. അപ്പോ അമ്മയും ഇവിടെ വന്ന് താമസിക്കും. എനിക്കൊരു അമ്മയുണ്ടാവും, ഒരു സഹോദരി. രാജു, എന്റെ കൂട്ടുകാരന് ഒരു സഹോദരിയുണ്ട്. നല്ല കുട്ടി, നിനക്ക് ചേർന്നതാണ്. പെണ്ണ് കാണാൻ അമ്മയും കൂട്ടി നമുക്ക് പോവാം. വേണ്ട ചേട്ടാ. അതെന്താ? നീയും എന്നെ പോലെ വിവാഹം വേണ്ടാന്ന് വെച്ചോ? അതല്ല, പിന്നെ അപ്പൊ നിന്റെ മനസ്സിൽ ആരോ ഉണ്ട്. കള്ളൻ. പറയൂ. അവൾ നിന്റെ ചേട്ടനോട് പറയില്ലേ? അവൾ അവൾ അവളുടെ പേര് വാനമ്പാടി എന്നാണ്. വാനമ്പാടിയോ? അങ്ങനെ ഒരു പേരോ? യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. വണ്ടർഫുൾ. ആട്ടെ, അവളുടെ അച്ഛനാര്, അമ്മയാര്, അവളുടെ വീടെവിടെ, ഇതൊക്കെ അറിയാമോ നിനക്ക്? അതൊന്നും അറിഞ്ഞുകൂടാ. അനിയാ, നീ ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇല്ല ചേട്ടാ, അവൾ നല്ലവളാണ്. ഊരും പേരുമില്ലാത്ത വാനമ്പാടി. മണ്ട, നിന്നെപ്പോലെ കാണാൻ കൊള്ളാന്നുള്ള ചെറുപ്പക്കാരെ കറക്കാൻ നടക്കുന്ന ഒരു അലവലാതിയല്ല അവൾ നിനക്ക് തീർച്ചയായിട്ടും. ചേട്ടാ, ചേട്ടന് അത് മനസ്സിലാവില്ല. കാരണം ചേട്ടൻ ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ. ശരിയാണ്, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. ഓൾറൈറ്റ്, നീ അവളെ തന്നെ വിവാഹം കഴിക്കും. വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. വേണ്ട ചേട്ടാ, ഇപ്പൊ വേണ്ട. എന്റെ സമയമായില്ലേ? ശരി, സമയമാകുമ്പോ പറയൂ. ഓക്കെ? എന്റെ പദ്ധതികളെല്ലാം പൂർത്തിയാകാൻ
ഇനി ഒന്നേ ബാക്കിയുള്ളൂ, എന്റെ മകളുടെ വിവാഹം. വിനോദിനെ കൊണ്ട് പ്രിയ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമുള്ള ഒന്നും ഞാൻ നേടിയിട്ടില്ല, എല്ലാം പ്രയാസമുള്ളതാ. ഇതും അതുപോലെ തന്നെ. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ വിനോദ്. അങ്ങനെ പറഞ്ഞു നടന്നില്ല ഒരാളാ ഞാനും. എന്നിട്ടോ എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞാൽ വിനോദിന്റെ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലാവും. അതിൽ പരം ഒരു ഭാഗ്യം വരാനുണ്ടോ? ഒരു പെറുക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. പെറുക്കിയോ? അതെ, മരിച്ചുപോയ മാർക്കറുടെ മകൻ പഴയ പന്ത് പെറുക്കി, ഇപ്പൊ വെറും പെറുക്കി. എന്താ വിശേഷം? നാളെ ബംഗ്ലാവിലോട്ടൊന്ന് വരണം. എന്തിന്? നിങ്ങളുടെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. അത് പറയാൻ താനാരാ? മാനേജറില്ലേ അവിടെ? ഓ, താൻ വന്നതിന് ശേഷം മാനേജർ അവിടെ നിന്ന് ഇറക്കി വിട്ടായിരിക്കും. മാനേജർ അവിടെ തന്നെയുണ്ട്. എന്നാ അയാളോട് വരാൻ പറയും. മാനേജർ കുറെ നാളുകളെ കണക്കുകൾ ചോദിക്കുന്നുവെന്നും നിങ്ങൾ കൊടുത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് കണക്ക് ചോദിക്കാൻ തക്കവണ്ണം നീ വളർന്നു. എന്റെ കണക്കല്ല ഞാൻ ചോദിച്ചത്, മുതലാളിയുടെ കണക്കാണ്. മുതലാളിയുടെ ശമ്പളം പറ്റുന്ന ഞാൻ അദ്ദേഹത്തിന്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ അതെന്റെ കടമ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. താൻ പൊക്കോളൂ. നാളെ ബംഗ്ലാവിൽ വന്ന് മുതലാളി ഞാൻ കണ്ടോളാം. ഇവനെ സൂക്ഷിക്കണം. സെക്രട്ടറി എന്ന് പറഞ്ഞ് ബംഗ്ലാവിൽ താമസം തുടങ്ങി മെല്ലെ മെല്ലെ ഇവൻ മുതലാളി വിഴുങ്ങും. അങ്ങനെ ഒന്നും നടക്കില്ലെന്നേ. ആ നടക്കും. അതിന്റെ തുടക്കമായി കണ്ടത്. രാജു, രാജുവിനെ ഈടെയായിട്ട് കാണാറില്ലല്ലോ. ആ, ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥനായി പോയില്ലേ? ജോലി തിരക്കൊണ്ടാണ്. ജോലി തിരക്കായാൽ പഴയ കൂട്ടുകാരെയൊക്കെ മറന്നു പോകുമോ? ഞാൻ ആരെയും മറക്കാറില്ല. പ്രിയ എന്നൊരു പെണ്ണ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? എനിക്ക് രാജുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനിയൊരു അവസരത്തിലാവാം. ആ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വരട്ടെ. ഉം. രാത്രിയിൽ എവിടെ പോകും? ആ ശങ്കരന്റെ പരിചയക്കാരുമായിട്ടൊന്ന് സംസാരിക്കണം. അവനെ ശരിപ്പെടുത്തിയില്ലല്ലേ? ഇനി അവൻ എഴുന്നേക്കില്ല. ആ, ഇതിരിക്കട്ടെ. പിന്നെ ആരും അറിഞ്ഞു പോരുത് ഈ വിഷയം. ഒരുത്തൻ അറിയില്ല. കേട്ടോ? പൊക്കോ. ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ബെഡില്ല. ബ്ലഡ് ബാങ്കിൽ നിന്ന് മരുന്ന് വരെ കാത്തിരിക്കാനും പറ്റില്ല. ഉടനെ കൊടുത്തേ പറ്റൂ. എന്റെ രക്തം എടുത്തുള്ളൂ ഡോക്ടർ. എത്ര വേണമെങ്കിലും എടുത്തുള്ളൂ. രാജു രക്ഷപ്പെട്ടാൽ മതി. നിങ്ങളുടെ രക്തമോ? അതെ. ഓൾ റൈറ്റ്, മാച്ച് ചെയ്യുമോ നോക്കണം. വരൂ.
എന്നോട് ക്ഷമിക്കും ബാബു. കുട്ടിക്കാലത്ത് എന്റെ ഒരേ ഒരു കൂട്ടുകാരൻ നീയായിരുന്നു. നിന്നെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചു. പക്ഷേ എന്റെ ഉള്ളിലൊരു മൃഗം കുടിയിരിപ്പുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല ബാബു. ഞാൻ നിന്നോട് തെറ്റി. ഇന്ന് നിന്നെപ്പോലൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്, രാജു. അവന് ഞാൻ രക്തം കൊടുത്തു, ജീവൻ കൊടുത്തു. ഇല്ല, നിന്നോട് കാണിച്ച ദ്രോഹം ഞാൻ ഒരിക്കലും രാജുവിനോട് കാണിക്കില്ല. ഇന്ന് ഞാനൊരു മനുഷ്യനാണ്. എന്നിലെ മൃഗത്തെ ഞാൻ കൊന്നു കഴിഞ്ഞു. ബാബു, എന്നോട് ക്ഷമിച്ചില്ലേ ബാബു? മീനെ, മീനെ, എന്താ അച്ഛാ? മോള് കഥകടച്ചിട്ട് കിടന്നോളൂ. അച്ഛനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അച്ഛൻ ഈ രാത്രിയിൽ എവിടെ പോന്നു? ആ മോളെ, ഞാൻ പറഞ്ഞില്ലേ തടിമോഷണത്തിന്റെ കാര്യം. ഇന്നലെ കള്ളത്തടി കയറ്റുന്ന ലോറിയുടെ നമ്പർ അച്ഛൻ്റെ കിട്ടി. ഞാനത് അന്നേരം തന്നെ നമ്മുടെ മാനേജറെ കൊടുത്തു. ശങ്കരൻ സാറ് കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛാ, ഈ എസ്റ്റേറ്റിൽ നിന്ന് ഇത്രയും അധികം തടി മോഷണം പോണമെങ്കിൽ അത് ആ മാനേജരും ശങ്കർ സാറും അറിയാതെ സംഭവിക്കുമോ? അച്ഛൻ വെറുതെ അപകടത്തിൽ ചാടരുത്. മോളെ, ശങ്കരൻ സാറിന്റെയും മാനേജരുടെ അല്ല തോട്ടം, മുതലാളിയുടേതാണ്. ഉണ്ട ചോറിന് ഞാൻ നന്ദി കാണിക്കണ്ടേ? ആ, മുതലാളിയല്ല ശങ്കർ സാറും മാനേജരും. അതുകൊണ്ടാണ് അച്ഛൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. മോള് വിഷമിക്കണ്ട, അച്ഛൻ ഇപ്പൊ വരാം. മതി അമ്മേ. അമ്മേ, രാജു എനിക്ക് ഒരു സഹോദരനെ പോലെയാണ്. അവൻ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് സാധിക്കും. അമ്മയെ പിരിഞ്ഞിരിക്കണമല്ലോ എന്നുള്ളതാണ് അവന്റെ ദുഃഖം. അമ്മ കൂടി ഇവിടെ താമസിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. എനിക്കൊരു അമ്മയും കിട്ടും. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ശരിയെങ്കിൽ വേണ്ട, ഞാനിതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അടവം താമസിക്കാം. അയ്യോ വേണ്ട, ഞാനിവിടെ വന്ന് താമസിക്കാം. സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്റെ അനിയനെ പറ്റിയ അപകടം എനിക്കൊരു അമ്മയെ തന്നു. എന്താ? ഞാൻ എസ്റ്റേറ്റിലേക്ക് പോകുന്നു. ലാസ്റ്റ് ബസ്സിനുള്ള സമയമായി. ഇങ്ങോട്ട് തരൂ. രാജുവിന്റെ അസുഖം മാറുന്നതുവരെ ഞാൻ തന്നെയാണ് എന്റെ PA. മിസ്റ്റർ ശങ്കറിന്റെ കണക്കുകളൊക്കെ ശരിയായോ? രാജു തൽക്കാലം ഇരുന്ന് ഇടപെടേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വരട്ടെ അമ്മേ. ശങ്കറിനോടത്തെ എസ്റ്റേറ്റിൽ നിന്നും ധാരാളം തടിമോഷണം പോകുന്നതെന്നാണ് ശങ്കർ പറയുന്നത്. ആരാണ് മോഷ്ടിക്കുന്നത്? ഗോപാലനാണെന്നാണ് ശങ്കർ പറഞ്ഞത്. അത് നമ്മുടെ ഗോപാലൻ മേശരിയോ? പിന്നെ എന്താ എന്നോട് ഉണ്ടായിരുന്നത്? അയാൾ കുറച്ചു കാലമായി സസ്പെൻഷനിലാണ്. അതോടെ മോഷണം നിന്നോ? ഇല്ല, ഇപ്പോഴും തുടരുന്നുണ്ട്. വൈ? അതെനിക്കറിഞ്ഞൂടെ. പിന്നെ നിങ്ങൾ എന്തിനാണ് മാനേജർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾക്ക് ശമ്പളം തരുന്ന തമാശക്കാരെന്ന് വിചാരിച്ചോ? പോവാ. മേസ്ത്രി കുഴപ്പമുണ്ടാക്കുമോ എന്നാണ് എന്റെ സംശയം. എനിക്കും അങ്ങനെ തോന്നുന്നു. കഴിഞ്ഞ തവണ നമ്മൾ രക്ഷപ്പെട്ടു, അത് ഭാഗ്യം. ഇനിയും റിസ്ക് എടുക്കാൻ പറ്റുമോ? അവനെ അങ്ങോട്ട് ശരിപ്പെടുത്തി കളയാം. മനസ്സിലായില്ല. അതായത് തട്ടിക്കളയാവുന്നു. അല്ലല്ല, അവനെ അകത്താക്കി കളയാം. ദാറ്റ് ഈസ് മോർ സേഫ്. അതാണ് കൂടുതൽ സൗകര്യം. സാറേ, എന്താ നാണമില്ലാതെ പെണ്ണുങ്ങളെയൊക്കെ നോക്കുന്നത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ തോട്ടത്തിൽ കയറിയത്? ഈ എസ്റ്റേറ്റ് നിങ്ങളുടെ വകയാണ്? അതെ, ഞങ്ങളുടെ വകയാ. ഓഹോ,
ഞാൻ കേട്ടിട്ടുള്ളത് വിനോദ് മുതലാളി ഒരാളുടെ വകയാണെന്നാണ്. ആ പേരിന് അയാളുടേതാണെന്നേ ഉള്ളൂ. പക്ഷെ പാടുപെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളാണ്. ഓഹോ, അങ്ങനെയാണോ? പിന്നെ അല്ലാതെ അയാൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. അതൊരു മണ്ടൻ. മണ്ടനും? അതെ, മണ്ടൻ തന്നെയാ. അല്ലെങ്കിൽ ഇത്രയും സുന്ദരമായ എസ്റ്റേറ്റും വിട്ടേച്ച് അയാൾ തട്ടിമുത്തി പണം എണ്ണിക്കൊണ്ടിരിക്കുവോ? അതെ അതെ, ഈ എസ്റ്റേറ്റ് വളരെ സുന്ദരം. ഇവിടുത്തെ ആളുകളും. മതി മതി, വേഗം സ്ഥലം കാലിയാക്കട്ടെ. മുതലാളിയമ്മേ, ക്ഷമിക്കണം, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണാവോ അവിടുത്തെ പേര്? പറയാൻ മനസ്സില്ല. എടി മീനെ, എന്താന്നാ നീ വല്ലവരോടൊക്കെ വഴക്ക് കൂടുന്നത്? വീട്ടിൽ പോ. മീൻ? സാറേ, ശരീരം കേടുവരുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാണ് നല്ലത്. ഐ എം സോറി. നടക്ക. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ നിരപരാധിയാണ് സർ. അതൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് തീരുമാനിച്ചോളാം. നിങ്ങൾ എന്തീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കൊണ്ട് പോണം. മേസ്ത്രി അത് നല്ലവണ്ണം അറിയാം. അദ്ദേഹം മോഷ്ടിച്ചത് കേട്ട് കഴിയുമ്പോഴുമില്ല. നടക്കണം. എന്റെ അച്ഛനെ തൊട്ടു പോരുത്. തടി മോഷിക്കണ്ട, വെറുതെയല്ല. നിങ്ങളാണ് അറസ്റ്റ് ചെയ്തത്. നിങ്ങളാണ് തടി മോഷ്ടിച്ചത്. കള്ളൻ. എന്തു പറഞ്ഞടി? അതെ, നിങ്ങൾ തടി കടത്തുന്നത് എന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. അത് പുറത്താടിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ കള്ളൻ മാത്രമല്ല, നീതിനാണ്. എന്റെ അച്ഛനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ശങ്കർ, എന്താ ഇവിടെ ബഹളം? ഇയാൾ നിങ്ങളോടല്ല ചോദിച്ചത്. ഇയാൾ തടി മോഷിച്ചു. തെളിവുണ്ടോ? മിസ്റ്റർ ശങ്കറിന്റെ പരാതി അനുസരിച്ചാണ്. ഇതെന്റെ എസ്റ്റേറ്റാണ്, എനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ പരാതി അനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു. സോറി സാർ. നിങ്ങൾ രണ്ടുപേരും എന്നെ ഓഫീസിൽ വന്ന് കാണണം. എന്റെ മുതലാളി, ഞാൻ നിരപരാധിയാണ്. അതെനിക്കറിയാം. ഇവിടെ പല അഴിമതികളും നടക്കുന്നുണ്ട്. അതെന്റെ കുറ്റമാണ്. മേലിൽ ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്കെല്ലാം പോവാം. മകളാണല്ലേ? അതെ. മേസ്തിരി നാളെ അങ്ങോട്ടൊന്ന് വരണം. വരട്ടെ. ആരോഗ്യം തിരിച്ചു കിട്ടി, വാനമ്പാടിയുടെ ഓർമ്മ വന്നു, അതോടെ സംഗീതവും തുടങ്ങി. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അത് കള കണ്ടാ എനിക്ക് മനസ്സിലാവില്ലേ? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ചേട്ടന് അതെങ്ങനെ മനസ്സിലാവും? ഇന്നലെ വരെ മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓ, അപ്പോൾ ചേട്ടനും? അതെ രാജു, ഞാനും ഒരു വാനമ്പാടിയെ കണ്ടെത്തി. നിന്റെ വാനമ്പാടിയെ പോലെയല്ല, 100 പേരും ഒക്കെ ഉണ്ട്. അതെ, ആരാണ് ഈ ഭാഗ്യവതി? എസ്റ്റേറ്റിലെ മേസ്ത്രിയുടെ മകൾ മീന. മേസ്ത്രിയുടെ മകളോ? എന്താ, ഒരു മേസ്ത്രിയുടെ മകൾക്ക് എന്റെ ഭാര്യയാകാൻ പാടില്ലേ? അവളൊരു പെണ്ണല്ലേ? അയ്യോ, അതല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ മീന, അവളെന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. എങ്കിൽ വിവാഹം ഉടനെ നടത്തണം. എനിക്കാരുമില്ല രാജു, നീയും അമ്മയും മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തും. ഇന്ന് ഗോപാലമേസ്ത്രി വരും. നീ അയാളുമായി സംസാരിക്കും. ശരി ചേട്ടാ. ബൈ ദ ബൈ, യു ആർ ഓൾ റൈറ്റ് നൗ. അടുത്ത മാസം കൽക്കട്ടയിൽ നടക്കുന്ന ടൂർണമെന്റിന് തീർച്ചയായും നിനക്ക് പോവാം. പോകാമെന്ന് തോന്നുന്നു. ഞാൻ ടൂർണമെന്റിൽ വിജയിക്കുമെങ്കിൽ അത് ചേട്ടന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. എസ്റ്റേറ്റിലെ ഗോപാലമേശ്വരി താഴെ വന്ന് നിൽക്കുന്നു. നീ പോയി അയാളോടൊന്ന് സംസാരിക്കും. ഞാൻ ഉടനെ വരാം. നമസ്കാരം. നമസ്കാരം. ബെസ്റ്റിരിക്കണം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇങ്ങോട്ട് വരണമെന്ന് മുതലാളി പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മേശ്വരിയെ വിളിപ്പിച്ചത്. മേശ്വരിക്ക് ഒരു പക്ഷേ അത്ഭുതമായി തോന്നിയേക്കാം. വിനോദ് ഏട്ടൻ മേശ്വരിയുടെ മകൾ മീനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മുതലാളി എന്റെ മരുമകനും. വേണ്ട കുഞ്ഞ്, ഞങ്ങൾ പാവങ്ങളാ. വേണം മേശ്വരി. നിങ്ങൾ ഇതിനെ സമ്മതിച്ചാൽ വിനോദ് ചേട്ടൻ ഒരു പുതിയ ജീവിതം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അയ്യോ, എന്നാലും അത് ശരിയാണോ? സംശയിക്കേണ്ട, അതാണ് ശരി.
അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഗോപാലമേസ്ത്രി, മകൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി. അയ്യോ മുതലാളി, ഇതെന്ത് വർത്തമാനമാണ്? മുതലാളിയുടെ ഉപ്പും ചോറും നിന്നുന്നവരല്ലേ ഞങ്ങൾ. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. അതല്ല, ഞാൻ മുതലാളിയാണെന്ന് വിചാരിച്ച് സമ്മതിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഓ, എന്റെ മോളെ എനിക്കറിയാം. മുതലാളി എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. എന്റെ ഗുരുവായൂരപ്പ, ഞാനിത് പോയി അവളോട് പറഞ്ഞിട്ട് വരട്ടെ. ഓ എന്റെ ദൈവമേ, എന്നാ ഞാൻ പോയി. പാവം, നല്ല മനുഷ്യൻ. വളരെ നന്നായി മേശ്ശേരി. മേശ്ശേരിയുടെ കഷ്ടകാലമല്ല ഇതോടെ തീരും. ആ ദൈവമല്ലേ, ഏതായാലും അവരെല്ലാം അടുത്ത ആഴ്ച വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണാൻ. നീ എവിടെയായിരുന്നു? ഒരിക്കൽ കൽക്കട്ടയിലെ ടൂർണമെന്റിന് നാളെ തന്നെ പുറപ്പെടണമെന്ന് കത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ക്യാൻസൽ ചെയ്യാൻ പോകുന്നു? പിന്നല്ലാതെ, ചേട്ടന്റെ പെണ്ണ് കാണലിൽ ഞാനില്ലാതെയോ? അതത്ര കാര്യമാക്കണ്ട, ഞാനും അമ്മയും പോയി കണ്ടോളാം. കൽക്കട്ട പ്രോഗ്രാം മുടക്കരുത്. ആ ടൂർണമെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്, നീ മിസ് ചെയ്യരുത്. ശരി, പോകാം. പക്ഷെ ഞാനില്ലാതെ കല്യാണവും നടത്തി കളയരുത്. നീ ഇല്ലാതെ ഒരു കല്യാണമോ? മണ്ട ശിരോമണി, നീ വന്നാലുടൻ രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ. ഓക്കെ? എടീ, ഇന്ന് നീ ഞാനിവിടെ കഴിയുന്നത് മുതലാളിയുടെ കാര്യം കൊണ്ട് മാത്രമാണ്. എനിക്കറിയാം, മുതലാളി നല്ല മനുഷ്യനാണ്, വലിയ മനുഷ്യനാണ്. പക്ഷേ എന്തു പക്ഷേ? ഞാൻ എങ്ങനെ പറയും? നീ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യോ അച്ഛാ, ഞാൻ എടീ, ഇതിൽ പോലെ ഒരു ഭാഗ്യം നിനക്ക് സ്വപ്നം കാണാൻ ഒക്കുമോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എന്നെ നിർബന്ധിക്കരുത് അച്ഛാ. ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചു പോയി. അച്ഛാ, അച്ഛാ, അച്ഛൻ എന്ത് പറ്റി? സുഖമില്ലേ? ഞാൻ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വരട്ടെ. എന്തിന്? എന്നെ ചികിത്സിക്കാനോ? എനിക്ക് വൈദ്യരും വേണ്ട, ഒന്നും വേണ്ട. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ മോളെ. അയ്യോ, അങ്ങനെ പറയരുത് അച്ഛാ. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. 4 പേരുടെ മുഖത്ത് നോക്കാനാവാതെ നാണം കെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല മോളെ. അച്ഛന്റെ ഇഷ്ടം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. എന്റെ മോളെ, മോളെ വരൂ മോളെ. അപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടു കൂട്ടർക്ക് സൗകര്യമുള്ള ഒരു ദിവസം നോക്കി നമുക്ക് വിവാഹം നടത്താം. എന്നാ നിങ്ങൾക്ക് സൗകര്യം? എന്റെ അനിയനും കൂടെ വന്നിട്ട് തീരുമാനിക്കാം. ശരി, അങ്ങനെ ചെയ്യാം. ഓ ആയിക്കോട്ടെ. നാണക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ. പോയി അവൻ കണ്ടുപിടിച്ചതേ ഒരു മേസ്ത്രിയുടെ മോളെ. അച്ഛൻ എന്തിനാ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്കിതിൽ എന്താ കാര്യം? നിനക്കോ എനിക്കോ കാര്യമൊന്നും ഇല്ലെങ്കിലും അച്ഛന് കാണും. എന്തോന്നറിയോ? അസൂയ. അച്ഛനും ഒരിക്കൽ മേസ്ത്രി ആയിരുന്നല്ലോ. സത്യത്തിൽ എനിക്ക് ഗോപാലിനോട് യാതൊരു അസൂയയില്ല, സഹതാപമേ ഉള്ളൂ. ഇത്രയും വലിയൊരു മരുമോനെ വെച്ചുകൊണ്ട് അയാൾ ദുഃഖിക്കും, നോക്കിക്കോ. അതെ അതെ, ഒരു മേസ്ത്രിയുടെ ദുഃഖം മറ്റൊരു മേസ്ത്രിക്കല്ലേ മനസ്സിലാവും. അധികം പ്രസംഗി. You did it, my boy. താങ്ക് യു. ഇത് ചേട്ടന്. കൽക്കത്ത മോഡലായിരിക്കും. അതെ, ഇത് അമ്മയ്ക്ക്. ഇതാർക്കാണെന്നറിയാമോ? എന്റെ ചേട്ടത്തി അമ്മയ്ക്ക്. നീ തന്നെ കൊണ്ട് കൊടുക്കും. അത് ശരിയാണോ മോനെ? അതിലെന്താ അമ്മേ തെറ്റ്? പഴയ മാമൂലൊക്കെ വിടും. ഇതെന്റെ ഇഷ്ടമാണ്. രാജു, നീ തന്നെ കൊണ്ടുപോയി കൊടുക്കും. ശരി ചേട്ടാ, എനിക്ക് ചേട്ടത്തിയമ്മയെ കാണാൻ തിടുക്കമായി.
ഗോപാലമേശ്വരി, ഗോപാലമേശ്വരി, ഇവിടെ ആരുമില്ലേ? ആരാ അത്? നീയാണോ മീന? അപ്പോൾ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. പറയൂ, എന്തിനാണ് എന്നെ വഞ്ചിച്ചത്? നീ വലിയ വലിയ ഇരകൾ തേടി നടക്കുകയായിരുന്നു. നീ വാനമ്പാടിയല്ല, വഞ്ചികയാണ്, വേശ്യയാണ്. എന്താ പറഞ്ഞത്? എന്റെ മകൾ ആരാണെന്നാ പറഞ്ഞത്? അതെ, വേശ്യയാണെന്ന്. കൊല്ലേണ്ടത് തന്നെയാണ് അച്ഛാ. ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു. ഇത് എന്റെ ചേട്ടൻ നിർണയിച്ചതാണ്. എന്ത് പറ്റി? വരൂ രാജു. രാജു, നീ മീനെ കണ്ടോ? കണ്ടു. എന്താ, നിനക്ക് ഇഷ്ടമായില്ലേ? ഓ, പിന്നെന്താ വല്ലായിരിക്കുന്നത്? വരുന്ന വഴിക്ക് ഞാൻ എന്റെ വാനമ്പാടിയെ കണ്ടു. അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു കേട്ടാ. അന്നേ എനിക്കറിയാമായിരുന്നു അവൾ നിന്നെ വഞ്ചിക്കുമെന്ന്. സാരമില്ല, അവൾ നഷ്ടപ്പെട്ടത് ഒരു ഭാഗ്യമായി കരുത്. ഏതോ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടതായി കരുതി സമാധാനിക്കും. ആ, നീ പോയി വിശ്രമിക്കും. എന്റെ അനിയനെ പറ്റിയ വാനമ്പാടിയെ ഈ ചേട്ടൻ കണ്ടുപിടിക്കും. എന്നിട്ട് 2 വിവാഹവും ഒരേ പന്തൽ വെച്ച് നടത്തും. യെസ്, സ്പീക്കിംഗ്. നമ്മുടെ ഗോപാലൻ മേസ്ത്രി മരിച്ചുപോയി. എപ്പോൾ? എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കും മോളെ. ഇനി ഈ വീട്ടിൽ നിന്നാൽ നീ തളർന്നു പോകും. എന്റെ കൂടെ പോരെ? ഇല്ല, ഞാൻ വരുന്നില്ല. മോളെ, 6 മാസമെങ്കിലും കഴിയാതെ വിവാഹം നടത്താൻ പാടില്ല. അതുവരെ നീ തനിച്ച് ഒരനാഥയെ പോലെ ഇവിടെ കഴിയുന്നത് ശരിയാണോ? നോക്ക്, ഇന്നു മുതൽ നീ എന്റെ മോളാണ്. എതിരൊന്നും പറയരുത്. എന്റെ കൂടെ പോരെ? രാജു, മീനെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. മീന, ഇതാണ് രാജു. ഓ, ഞാൻ മറന്നുപോയി. സാരി കൊണ്ട് കൊടുത്തപ്പോ തമ്മിൽ കണ്ടിട്ടുണ്ടല്ലോ. മോള് വരൂ. വലത്തുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറും.
തല്ലിനേക്കാൾ വലിയൊരു നാണക്കേട് എന്താ സംഭവിക്കാനുള്ളത്? കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ കയറി താമസിക്കുക. വലിയവർക്ക് ഇതൊക്കെ ആകാം, നമ്മളിതൊക്കെ കണ്ടില്ല കേട്ടില്ല അങ്ങനെ അടിച്ചോണം. അതൊക്കെ തരവാകൂ. ആ മേസ്ത്രിയുടെ മകള് ചില്ലറക്കാരിയൊന്നുമല്ല, വിനോദിനെ അവൾ വിഴുങ്ങും. ഈ പറഞ്ഞിട്ടെന്താ കാര്യം? സാറിന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി. അങ്ങനെ വിട്ടുകൊടുക്കുന്നവനല്ല ഞാൻ. എവിടം വരെ ചെല്ലുമെന്നൊന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ ആട്ടെ. ഇന്നലെ രാത്രി നീ ജം ഹോട്ടലിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എവിടൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല അച്ഛാ. എന്നാ എനിക്ക് നിശ്ചയമുണ്ട്. എങ്കിലും ഞാൻ ജം ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. ഉണ്ടായിരുന്നു. കുറെ വേശികൾ ഒരുമിച്ച് നീ കുടിച്ച് മത്താടി. വേശ്യകൾ എന്ന് പറയുന്നത് ശരിയല്ല, എന്റെ ഗേൾ ഫ്രണ്ട്സ്. രാത്രി പോലീസ് ഹോട്ടൽ റെയ്ഡ് ചെയ്തു. നിന്നെയും ആ പെമ്പിള്ളേരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കും. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. എന്നിട്ട് നീ എന്റെ മകനാണെന്നുള്ള ദുഃഖസത്യം അവർ മനസ്സിലാക്കി. പോലീസ് ഇൻസ്പെക്ടർ എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ എന്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് എന്നെ വെടിവെക്കുകയും ചെയ്തു. അച്ഛൻ മകനോടുള്ള കടമ നിർവഹിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. തന്തയ്ക്ക് എനിക്കത് അതൊരു സത്യമാണ് അച്ഛൻ. അച്ഛൻ ഹീറ്റാകാതെ നമുക്ക് ഈ പ്രശ്നം സമാധാനപരമായി ചർച്ച ചെയ്യാം. അച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ പ്രശ്നം പണമാണ്. പണമോ? അതെ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, 1,00,000 രൂപ ഡൗറ് വാങ്ങി എനിക്കൊരു കല്യാണം കഴിപ്പിച്ചതാ. എന്നാൽ എന്നെ ചൊല്ലി ഒരു ബുദ്ധിമുട്ടും അച്ഛനുണ്ടാവില്ല. വങ്ക, നിനക്ക് ഒരു നയാ പൈസ ഡൗറി ഈ ലോകത്ത് ആരെങ്കിലും തരാണ്ടവിടെ? ആരും തന്നില്ലെങ്കിൽ അച്ഛൻ തന്നാ മതി. എനിക്ക് വിവാഹമേ വേണ്ട, ഡൗറി മാത്രം മതി. ഒരപ്പാളി. Then I will continue in Gem Hotel. ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഭഗവാന്. വിവാഹം കഴിയുന്നതിന് മുൻപ് അമ്മ മീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒട്ടും ശരിയായില്ല. ഒരു ശരിയും തെറ്റും. എടാ, ആ കാട്ടിനകത്ത് അവളെ തനിച്ച് വിട്ടേച്ച് പോരുന്നത് ശരിയാണോ? അതല്ലമ്മേ, കല്യാണം കഴിക്കാത്ത ഞാനും കൂടി ഇവിടെ താമസിക്കുന്നത്. നിനക്ക് എന്ത് പറ്റിയടാ? അവൾ നിന്റെ പെങ്ങളാ, നിന്റെ ചേട്ടത്തിയമ്മ. ആളുകൾ എന്തെങ്കിലും പറയില്ലേ അമ്മേ? ആളുകൾ എന്ത് പറയാൻ? എന്റെ അനിയൻ എന്റെ കൂടെ തന്നെ താമസിച്ചാൽ മതി. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയും അമ്മയും എന്റെ കൂടെ താമസിച്ചാൽ മതി. ഇവരൊരു മണ്ടനാ അമ്മേ. പറ. മീന, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. മീന, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഞാൻ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞതോർത്ത് ദുഃഖിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സത്യം പറഞ്ഞാൽ ഞാനും നിന്നെ പോലെയാണ്. ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ മറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കെല്ലാം എന്റെ അച്ഛൻ മാത്രമായിരുന്നു. എല്ലാം എനിക്കറിയാം മീന. നാം തുല്യ ദുഃഖിതരാണ്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഒരു പുതിയ ജീവിതം തുടങ്ങും. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ദുഃഖം വർദ്ധിക്കുകയുള്ളൂ. അതിനൊരു പോംവഴി കണ്ടുപിടിക്കാം. ദാറ്റ്സ് ആൻ ഐഡിയ. വരും. രാജു, ഇന്ന് മുതൽ നിനക്ക് ഒരു ജോലി കൂടെ ഉണ്ടാവും. മീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. മീന, നീ ഡ്രൈവിംഗ് പഠിക്കും. ഇവിടെ ഡ്രൈവർമാരുണ്ടല്ലോ. അത് പോരാ. ആവശ്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അല്ലേ രാജു? ചേട്ടൻ തന്നെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്? അല്ല, വിവാഹത്തിന് മുമ്പ് ഞാനും മീനയും അധികം ഇടപെടുന്നത് ശരിയല്ല. നിനക്ക് മീന ചേട്ടത്തി അമ്മയാണ്. അതുകൊണ്ട് നീ തന്നെ പഠിപ്പിക്കുന്നു. ഇന്ന് തന്നെ തുടങ്ങിക്കോ. നിന്റെ കാറെടുത്തോ. ചെല്ലേ.
ജീവനേക്കാൾ ഉപരി ചേട്ടൻ മീനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മീനയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിവാഹത്തിന് മുമ്പ് ഭർത്താക്കന്മാരെ നേരിൽ കാണാത്ത എത്രയോ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം മീനയുടെ ചരിത്രം ഉണ്ടാവണമെന്നില്ലല്ലോ. ആരുടെ മുമ്പിലും മൂടി വെക്കേണ്ട ചരിത്രം എനിക്കില്ല. ഞാനെല്ലാം ചേട്ടനോട് തുറന്നു പറയും. കൊള്ളാം. എന്റെ ചേട്ടന്റെ ജീവിതം എന്നേക്കുമായി തകർക്കാൻ അത് മതിയാകും. സ്റ്റീയറിംഗ് പിടിക്കും. അച്ഛാ, അച്ഛാ, സേഫ് അങ്ങ് പൂട്ടിയോ? പൂട്ടി. അതൊന്ന് തുറക്കണമല്ലോ. എനിക്ക് ചില്ലറ കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാടാ? കടക്കാരെ പറഞ്ഞു വിടാനാ. നീ കാശ് കടം വാങ്ങിച്ചോ? വാങ്ങിച്ചു. ആഹാ, എന്നാ നീ എന്നെ കൊണ്ട് പുറത്ത് നിർത്തേച്ചാ മതി. എന്റെ കാശൊന്നുമില്ല. അച്ഛാ, നല്ല തമാശ. അവരച്ഛനെ കണ്ടിട്ടാ എനിക്ക് പണം കടം തന്നെ. അത് അച്ഛൻ തിരിച്ചു കൊടുത്തില്ലെങ്കിലേ അവരച്ഛനെ കശാപ്പ് ചെയ്യും. അച്ഛനെന്താ വിഷമിക്കുന്നത്? എല്ലാം ഞാൻ ശരിപ്പെടുത്താം. അവരച്ഛനെ കാണണ്ട, അച്ഛൻ അവരെയും കാണണ്ട. അവർ സേഫ് കാണണ്ട, സേഫ് അവരെയും കാണണ്ട. ഒരു 5000 രൂപ എടുത്ത് ഐശ്വര്യന്റെ കൈ തരണം. സംഗതി ക്ലോസ്. നായിന്റെ മോനെ. സവാഷ്. അച്ഛൻ അച്ഛനെ പറ്റിയുള്ള അഭിപ്രായം കൊള്ളാം. കൊല്ലല്ലേ ആരെ രാത്രി പറഞ്ഞു? തനിക്കൊക്കെ പലതും സംഭവിക്കും. ഇവിടെ കാശില്ല, സേഫ് ഉറക്കാനും വയ്യ. ഇങ്ങനെയുണ്ടോ അച്ഛൻ പിശുക്കൻ അച്ഛൻ? എന്റെ മോൻ അച്ഛൻ എന്നെ അടിക്കരുത്. ഫ്രണ്ട്സിന്റെ മുമ്പിട്ട് എന്നെ അടിക്കരുത്. പൊന്നച്ഛാ, meet my father. ഇവരൊക്കെ ഫ്രണ്ട്സ്, കടക്കാർ, പിന്നല്ലാണ്ടാരാ? എനിക്ക് 5000 രൂപയും പലിശയും തരാനുണ്ട്. അത് ഉടനെ കിട്ടണം. വാച്ച് പണയം വെച്ച് 350 രൂപ അവനെ മേടിച്ചിട്ട് എത്ര നാളാണെന്നറിയോ? 1500 രൂപ വേറെ മേടിച്ചു. അതും പലിശ ഇപ്പൊ കിട്ടണം. സാറിന്റെ മോനാണെന്നും പറഞ്ഞ വിശ്വസിച്ച് ഇവനൊക്കെ പൈസ കൊടുക്കുന്നത്. ഇന്നലെ എന്റെ 1000 രൂപ വാങ്ങിച്ചോണ്ടാ ജംഗോട്ടിൽ പോയി. ഏരപ്പാളികള്. സ്ട്രേറ്റ് സ്റ്റിയറിംഗ്. നേരെ പിടിക്കും. ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. സൂക്ഷിച്ച്. റൈറ്റ് സ്ലോലി സൂക്ഷിച്ച്. കീപ് റൈറ്റ് റൈറ്റ്. steady. All right. Slowly clutch. എന്താ ഡ്രൈവിംഗ് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ? പഠിപ്പ് പൂർത്തിയായി. ചേട്ടനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ശരി, ഉടനെ എന്നെ ടെസ്റ്റ് ചെയ്ത് കളയാം. രാജ് പുറകെ കയറിക്കും. പറഞ്ഞതുപോലെ ചെയ്യണം. എല്ലാം ശരിപ്പെട്ടാൽ കൂടുതൽ തരും. വെരി ഗുഡ് ഡ്രൈവിംഗ്. ദി ക്രെഡിറ്റ് ഗോസ് ടു രാജു. കുറച്ചുകൂടെ സ്പീഡാകാം. അത് വേണം. ഗമ കാണിക്കണ്ട. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞോട്ടെ. അല്ലേ രാജു?
quite all right, Mr. Vinod. Yes, doctor. I am perfectly all right. ഡോക്ടർ, ഡോക്ടർ, എന്റെ കാലുകൾ അനങ്ങുന്നില്ലല്ലോ. ഡോക്ടർ, എന്റെ കാലുകൾ അനങ്ങുന്നില്ലല്ലോ. പറയൂ ഡോക്ടർ, എന്റെ കാലുകൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി, പക്ഷേ കാലുകളുടെ ശക്തി നഷ്ടപ്പെട്ടു. ഇതിനൊരു പ്രത്യാഘാതമുണ്ടായാൽ ഭാവിയിൽ നിങ്ങളുടെ കാലുകൾക്ക് ശക്തി തിരിച്ചു കിട്ടിയേക്കാം. മീന ഇതുവരെ ഉറങ്ങില്ലേ? മീന, നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? നിന്റെ ജീവിതം എനിക്ക് വേണ്ടി പാഴാക്കാൻ തന്നെ തീരുമാനിച്ചു? നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇനിയും ആലോചിക്കാൻ സമയമുണ്ട്. എന്താണ് ഈ പറയുന്നത്? നീ ചെറുപ്പമാണ്. ജീവിതം ഒരു വസന്തമാണെന്ന് തോന്നുന്ന പ്രായം. മോഹങ്ങളും സ്വപ്നങ്ങളും വിടരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഇനി ഒന്നും പറയരുതേ. പറയണം. പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. വൈകിപ്പോയി എന്ന് ഒടുവിൽ തോന്നരുത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ തെളിച്ചു പറയാം. ഞാനിന്ന് പഴയ വിനോദല്ല. അവൻ മരിച്ചുപോയി. ഞാൻ വെറും ഒരു ജഡം മാത്രമാണ്. ഞാൻ നിനക്കൊരു ഭാരം മാത്രമേ ആകൂ. ഇല്ല, ഒരിക്കലുമില്ല. എന്റെ എല്ലാമാണ് അങ്ങ്. എന്റെ ജീവനാണ്. നീന, നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ? എനിക്കത് മാത്രം മതി. നിന്റെ സ്നേഹമുള്ളപ്പോ എന്റെ ജീവിതത്തിന് ഇനിയും അർത്ഥമുണ്ട്. വിനോദ് ഉണർന്നു? ഞാനും ഉണർന്നു, മീനയും ഉണർന്നു. ഒരു വ്യത്യാസം, ഞാൻ ഉറങ്ങി ഉണർന്നു, മീന ഉറങ്ങാതെ ഉണർന്നു. മോൻ കാപ്പുടി. മോളും പോയി കാപ്പുടിക്ക്. ഞാൻ കുടിച്ചോളാം അമ്മേ. എന്റെ പുതിയ കാലുകൾ അല്ലേ രാജു? എ വെരി ഗുഡ് ഐഡിയ.
നിങ്ങൾ എന്താ ചിരിക്കാത്തെ? ഐ എം ഹാപ്പി, ഐ എം വെരി ഹാപ്പി. ഞാൻ ഇന്നു മുതൽ ഒരു ചക്രവർത്തിയാണ്. അതാണ് എന്റെ സിംഹാസനം. മന്ത്രി, സേനാധിപതി, നമ്മെ നമ്മുടെ സിംഹാസനത്തിൽ ആസനസ്ഥനാക്കൂ. ഈ ഹോട്ടലിൽ താമസം തുടങ്ങി 2 ദിവസമായില്ലേ? എന്നാ ഇനി പോകുന്നത്? ഇന്ന് വൈകുന്നേരം കൊണ്ട് വിടാവുന്നേ. ഇപ്പൊ നമുക്ക് മുറിയിലോട്ട് പോകാം. ഐ ആം വെരി ഹംഗ്രി. എനിക്ക് വല്ലാതെ വിശക്കുന്നു. വിശപ്പിന്റെ കാര്യമല്ലയോ? എനിക്കും അങ്ങനെ തന്നെ. എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെ പിടിച്ചു തിന്നുള്ള ഭയങ്കര വിശപ്പ്. ലാർജ് സ്കോച്ച് വിത്ത് സോഡ. സർ, നിനക്കൊന്ന് വേണം? എനിക്ക് സോഡ വേണ്ട. 18, 22, 34, 37, 42, 45, 49, 42. അയ്യോ, ഓക്കെ ഓക്കെ. നീ ഇത്രയും ഒക്കെ കഴിക്കോ? എല്ലാം ഒന്ന് രുചിച്ചു നോക്കണം. ഐ ലൈക്ക് വെറൈറ്റീസ്. ഐ ആൾസോ ലൈക്ക് വെറൈറ്റീസ്. അതിലാണ് എന്റെയും താല്പര്യം. Cheers. നിന്റെ അച്ഛനും ഇങ്ങനെ കുടിക്കുമോ? നോ അച്ഛൻ കുടിക്കില്ല. ഈസ് വെരി ചെഞ്ചീവ്. ആഹാ, കാശ് കളയാൻ വളരെ മടിയാണ്. ഇത്രയും വലിയ കോടീശ്വരനായിട്ടോ? പോലീസുമാരെല്ലാം പിശുക്കന്മാരാ. അതുകൊണ്ടാ അവർക്ക് ഇത്ര പണം. അത് നീ എന്റെ ഫാദറിനെ ഒരു വെപ്പ് വെച്ചതല്ലയോ? ആ, ബിൽ, ഞാൻ ചിലപ്പോ സംസാരിക്കാനുണ്ട്. പോയിട്ട് പിന്നെ കൊണ്ടുവരും ബില്ല്. ഡാർലിംഗ്, ഞാൻ പേഴ്സ് കൊണ്ടുവന്നില്ല. വീട്ടിൽ വെച്ച് മറന്നുപോയി. ഇവിടുത്തെ താമസത്തിനും ഭക്ഷണത്തിനും കൂടി 1000 രൂപ വരും. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. യു പേയ്ഡ്. ഇത്തവണ നീ പേ ചെയ്യൂ. ഞാനോ? നിങ്ങളല്ലേ എന്നെ ക്ഷണിച്ചുകൊണ്ടുവന്ന്? നിങ്ങൾ തന്നെ കൊടുക്കണം. അല്ല, ബില്ല് ഞാൻ തന്നെ. പക്ഷെ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ 5 ലക്ഷം രൂപ ഡൗറി വരുമല്ലോ. അത് മുഴുവൻ തരണ്ട. ഈ ബില്ല് കഴിച്ചിട്ട് ബാക്കി തന്നാ മതി. ഹൗ ഈസ് മൈ അഡ്ജസ്റ്റ്മെന്റ്? ഡവറിയോ? ഡവറി വാങ്ങിയാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിച്ചാലേ എന്റെ അച്ഛൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ചില ചിട്ടകളുണ്ട്. ഹാ, ഇങ്ങനത്തെ ചിട്ടകളൊക്കെ വെച്ചോണ്ടിരുന്ന ഹോട്ടൽ ബില്ല് ആരാ ചെയ്യുന്നേ? നിങ്ങൾ തന്നെ കൊടുക്കണം. സാരമല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഞാൻ ബാത്റൂമിൽ നിന്ന് പോയിട്ട് വരട്ടെ. രക്ഷപ്പെട്ടു. എവിടെ പോയി?
നിന്റെ യജമാനന്റെ ഇപ്പോഴത്തെ നടക്കൽ എങ്ങനെയുണ്ട്? മുതലാളി, കരയാതിരിക്കും. എന്നെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകാം. വസന്തമേ നേർന്നിടുന്നു മംഗളം നീറുമി മരുഭൂവിനും നീ ഏകി സാന്ത്വന സൗരഭം തേടി വന്ന വസന്തമേ നേർന്നിടുന്നു മംഗളം നീറുമി മരുഭൂവിനും നീ ഏകി സാന്ത്വന സൗരഭം ചില്ലകൾ ഇന്ന് പൂത്തുലഞ്ഞു തുടങ്ങിയോ പൂവു കാണാ ചില്ലകൾ ഇന്ന് പൂത്തുലഞ്ഞു തുടങ്ങിയോ പാതിമീട്ടി മയങ്ങും വീണയിൽ പാട്ടിനുറവ് തുളുമ്പിയോ അല്ലലിൻ കഥ ചൊല്ലും ഭൂമിയിൽ അപ്സരസായിറങ്ങിയോ നീ അഴകിൻ ദേവിയായൊരുങ്ങിയോ തേടി വന്ന വസന്തമേ നേർന്നിടുന്നു മംഗളം നീറുമി മരുഭൂവിനും നീ ഏകി സാന്ത്വന സൗരഭം ദീപം കാണാ വീഥികൾ നിറ താലപ്പൊലികളിൽ മുങ്ങിയോ ദീപം കാണാ വീഥികൾ നിറ താലപ്പൊലികളിൽ മുങ്ങിയോ കനവ് ചൂടിയ തോരണം കതിർ മണ്ഡപം തന്നെയൊരുക്കിയോ എന്നും കാർമുകിൽ തിങ്ങുമോർമ്മയിൽ ഇന്ദ്രധനുസായി തെളിഞ്ഞുവോ നീ എന്റെ മോക്ഷമായി അണഞ്ഞുവോ തേടി വന്ന വസന്തമേ നേർന്നിടുന്നു മംഗളം
സൗരഭം. എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ വേണം. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടാത്തത് അതൊക്കെ ഈ ഡോക്ടർമാർക്ക് വേണം. ഇനി നാളെ വരാം. മീന, നീയും പൊയ്ക്കുള്ളൂ. നീ എപ്പോഴും എന്നെ ഇങ്ങനെ പരിചരിച്ചിരുന്നാൽ ഞാനൊരു മാറാ രോഗിയായി തീരും. അല്ലെങ്കിൽ നിനക്ക് വല്ല രോഗവും വരും. ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു പ്രശ്നം വയ്പ്പിക്കണം. പ്രശ്നമോ? എന്തിന്? ഒരു നല്ല ജോലിസിന് ഞാൻ കൊണ്ടുവരാം. എന്തിനാണെന്ന്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. വിനോദിനി കഷ്ടകാലം ആരംഭിച്ചത് എന്നു മുതല. രാജു ഇവിടെ കാലെടുത്ത് കൂട്ടിയപ്പോൾ അത് തുടങ്ങി. മീന ഇവിടെ വന്നതോടുകൂടി ഇത് പൂർത്തിയായി. എന്താ ശരിയല്ലേ? ശങ്കർ, നിങ്ങൾ എപ്പോഴാണ് നന്നാവുക? സത്യം എപ്പോഴും കഴിക്കും. ശങ്കർ, രാജുവും മീനയും എന്റെ രണ്ട് കൈകളാണ്. അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മട്ടുമാറും. നമ്മൾ തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ മുമ്പ് തുടങ്ങിയതല്ലേ? എന്നാൽ എന്റെ കഷ്ടകാലം ആരംഭിച്ചത് അപ്പോഴായിരിക്കും. ശരി, ഞാൻ പോകുന്നു. താങ്ക്സ്. ആട്ടെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മീനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. ആളിന് ചിരിക്കുന്നു. അവർ ചിരിച്ചോട്ടെ. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോണം. ഭേ, ഞാൻ പോയേക്കാം. രാജു എപ്പോഴും ഒഴിഞ്ഞു മാറുന്നു. എന്നെ കാണുന്നത് തന്നെ രാജുവിന് വെറുപ്പായി തുടങ്ങിയോ? എനിക്ക് ആരോടും വെറുപ്പില്ല പ്രിയെ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്നോട് മാത്രമാണ്. അത് കൊള്ളാമല്ലോ. എന്താണ് രാജുവിന് സ്വയം വെറുപ്പ് തോന്നാൻ കാരണം? ഡോക്ടർ രോഗിയോട് ചോദിക്കുന്ന പോലാണല്ലോ പ്രിയ ചോദിക്കുന്നത്. പ്രിയ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തെല്ലാം ഓർത്ത് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കൂ. വളരെ അസാധാരണമായ ഒരു വിൽപ്പത്രം എഴുതാനാണ് മിസ്റ്റർ വിനോദ് എന്നോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് അത് അസാധാരണമായിരിക്കാം, എനിക്കല്ല. നിയമപരമായി മീന ഇനിയും താങ്കളുടെ ഭാര്യയായി കഴിഞ്ഞിട്ടില്ല. നിയമപരമായി അല്ല, ഹൃദയപരമായി ആണ്. ശരി, പക്ഷേ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് സ്വത്ത് നൽകുന്നതോ? അതിനെന്ത് ന്യായീകരണമാണുള്ളത്? നിയമങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ന്യായീകരണം. മീനയും രാജുവുമാണ് എനിക്ക് ലോകത്തുള്ള ബന്ധുക്കൾ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്കുള്ളതെല്ലാം അവർക്ക് മാത്രമേ കിട്ടാവൂ. അതെനിക്ക് നിർബന്ധമാണ്. ഐ അപ്രീഷിയേറ്റ് യുവർ സെന്റിമെന്റ്സ്. ഞാൻ ഇറങ്ങട്ടെ. എന്തിനാ വക്കീൽ വന്നിട്ട് പോയത്? ഞാൻ വിളിപ്പിച്ചിട്ട് വന്നതാണ്. എനിക്കൊരു പ്രധാന കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു. ആദ്യം ഈ പ്രധാന കാര്യം ചെയ്താട്ടെ, വക്കീലും കോടതിയൊക്കെ പിന്നെ. കുറെ ദിവസങ്ങളായി ഈ രാജുന് എന്തു പറ്റി? അവന്റെ പഴയ ഉണർവുന്മേഷമല്ല എങ്ങോട്ട് പോയി? ഇതേവരെ ചേട്ടന്റെ കൂട്ടുകാരൻ രാജുവായിരുന്നു. ഇപ്പോഴാ സ്ഥാനം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അവന് നിന്നോട് അസൂയാണെന്ന്. അസൂയ ഒരിക്കലും ഒരു ചീത്ത വാക്കല്ല. അസൂയ സ്നേഹത്തിന്റെ മറ്റൊരു മുഖമാണ്. സ്നേഹമുള്ളിടത്തെ അസൂയുള്ളൂ. അവൻ എന്നോട് അത്രമാത്രം സ്നേഹമുണ്ടെന്നർത്ഥം. ഓഹോ, ഡിസ്ട്രിക്ട് കളക്ടറുടെ മകളുടെ വിവാഹത്തിനുള്ള ക്ഷണക്കത്താണ്. അദ്ദേഹം അച്ഛന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അമീനെ, നീ എനിക്ക് വേണ്ടി പോകണം. എനിക്ക് ഒരു വിവാഹത്തിനും പോകണ്ട. അങ്ങനെയല്ല, നിന്നെ ഈ വീൽ ചെയറുമായി എപ്പോഴും കെട്ടിയിടാൻ എനിക്കിഷ്ടമല്ല. നീ പുറത്തൊക്കെ പോകണം, മറ്റുള്ളവരുമായി ഇടപെടണം. ചേട്ടനെ തനിയെ വിട്ടിട്ട് ഞാനെങ്ങും പോകുന്നില്ല. എന്നെ നോക്കാൻ ഇവിടെ എത്രയോ ജോലിക്കാരുണ്ട്. പോരെങ്കിൽ രാജുവിന്റെ അമ്മയും ഉണ്ട്. രാജു! രാജു സാർ, മുതലാളി വിളിക്കുന്നു. നീ എന്താ വല്ലായിരിക്കുന്നേ? ആ വാനമ്മയുടെ ഓർമ്മയായിരിക്കും. മീന, ഇവനെ പ്രത്യേകം സൂക്ഷിച്ചോണം. രാജു, ഇതാ മീനയും കൂട്ടി നീ ആ കല്യാണത്തിന് പോണം.
ഓഹോ, നിങ്ങൾ ആരാണെന്ന് അവർ ചോദിക്കുമെന്നായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്നെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആരെയും പറ്റിച്ചില്ലല്ലോ. ദൈവത്തിനാണ്. അയ്യോ, നീ വന്നോ? അയ്യോ അയ്യോ ഇനി മേലെ വയറ്റിലും മണ്ണ് വായിലും മണ്ണ്. അയ്യോ കുമാർ എണീക്കണി. വലിയ പ്രയാസമാ. നിന്നെ 2 പെമ്പിള്ളേര് തൂക്കിയെടുത്ത് വെള്ളത്തിരുന്ന് കണ്ടവനാ ഞാൻ. ലോകത്ത് 2 പെണ്ണുങ്ങളുള്ളവന്റെ ഒക്കെ അവസാനം വെള്ളത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലേ? നീ എന്റെ 2 100 രൂപ നോട്ട് അടിച്ചവനല്ലേ? ഇത് മുഴുവൻ ഞാൻ നിന്റെ അച്ഛനോട് എന്ന് പറയും. അയ്യോ എന്റെ പൊന്നു മാനേജർ സാറേ, എന്റെ അച്ഛന്റെ അടുത്ത് മാത്രം പറയല്ലേ. 200 രൂപ 2 രൂപ എനിക്ക് തിരിച്ചു തന്നേക്കാം. ഈ നാളിയുടെ കാര്യം നിന്നെ ഞാൻ വിടില്ലടാ. എന്താണ് സാർ, എന്താണ് ഈ കാണിച്ചത്? എന്താ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കണ്ടു? രാജുവും മീനെ ഒരു കാറിൽ പോകുന്നു. അതിനെന്താ, ഞാനല്ലേ അവരെ അയച്ചത്. സാറിന് ചിരിക്കാം, പക്ഷെ സാറ് ചിരിക്കുമ്പോ നാട്ടുകാരും ചിരിക്കുമെന്നുള്ള കാര്യം ഓർത്തോളണം. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ അന്യപുരുഷന്റെ കൂടെ വിടുന്നത് ശരിയാണോ? ശങ്കർ, തമാശ വരെ കൂടി പോകുന്നു. തമാശയല്ല, ഭാവി വരനെ വീട്ടിലിരുത്തിയിട്ട് മറ്റൊരു പുരുഷനുമായി. യു ആർ എ ബ്ലഡി ലോ ക്ലാസ് ഇഡിയറ്റ്. ഞാൻ ലോ ക്ലാസ്സാ, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ലോ ക്ലാസ്സുകാർ ഇത് നേരത്തെ അറിയും. അറിഞ്ഞാൽ മുളയിലെ നുള്ളുകയും ചെയ്യും. ഹൈ ക്ലാസ്സിൽ ലോകം മുഴുവൻ ചിരിക്കുന്നത് വരെ ഇത് തുടരും. അവസാനമായിരിക്കും നിങ്ങൾ ഇത് അറിയുന്നത്. I say you get out. ഇത് ഞാൻ സാധാരണ കേൾക്കാറുള്ളതല്ലേ. തമാശയല്ല, ഭാവി വരനെ വീട്ടിലിരുത്തിയിട്ട് മറ്റൊരു പുരുഷനുമായി. മീന, സ്നേഹത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ് അസൂയ. ഹൈ ക്ലാസ്സിൽ ലോകം മുഴുവൻ ചിരിക്കുന്നത് വരെ ഇത് തുടരും. അവസാനമായിരിക്കും നിങ്ങൾ ഇത് അറിയുന്നത്. വരുന്ന വഴിക്ക് കാർ ബ്രേക്ക് ഡൗൺ ആയി. ഞങ്ങൾ നടന്നു പോന്നു. രാജു പൊയ്ക്കോളൂ. വേണ്ട, ഇനി പോയി ഡ്രസ് മാറും. മരുന്ന് കഴിക്കണ്ടേ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതിനോട് ധാരാളം ജോലിക്കാരുണ്ട്. പൊയ്ക്കോളൂ.
മീന, ഒന്നുമില്ല, പൊയ്ക്കോളൂ. ചേട്ടന് നടക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടാൻ എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഡോക്ടർ റോയ് പറയുന്നത്. ഓഹോ, സോപ്സോ. മുതലാളി ഇതാ ഒരു പാഴ്സൽ. മീന, ആ പാക്കറ്റ് തുറക്കൂ. മീന, ആ സാരി എടുക്കൂ. ഇതാണ് നിന്റെ വിവാഹ സാരി. ഞാൻ പ്രത്യേകം ഓർഡർ കൊടുത്ത് വരുത്തിയതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓ നൈസ്, മനോഹരമായിട്ടുണ്ട്. മീനെ, ഇതും ആഭരണങ്ങൾ കാണിഞ്ഞു വരും. ഞാനൊന്ന് കാണട്ടെ. ഇപ്പോഴെന്തിനാ? നിന്നെ വിവാഹ വേഷത്തിൽ കാണാൻ എനിക്ക് എന്തുമാത്രം കൊതിയുണ്ടെന്നോ. ദാ, പ്രിയേ, നീയും കൂടെ പോകാൻ സഹായിക്കേ. രാജു, എന്തോ പേപ്പേഴ്സ് നോക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പോയി എടുത്തോണ്ട് വരൂ. ഐ സി. ഓഹോ, രാജു. ഓഹോ, രാജു, ഇത് ശരിയല്ലല്ലോ. ഇത് ശരിയല്ലല്ലോ രാജു. രാജു, രാജു. മീനെ, പോയി കുറച്ച് കുടിക്കാൻ വെള്ളം കൊണ്ടുവരൂ. രാജു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷെ നീ മീനെ അങ്ങനെ നോക്കിയാൽ എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ അസൂയുള്ളവനാണ് രാജു, അതിലില്ലാത്ത അസൂയുള്ളവൻ. മീന, നീ എന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് എന്നെ പറ്റി പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. എന്റെ പഴയ ചരിത്രം നീ അറിഞ്ഞിരിക്കണം. എന്നെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. മീനെ, ആ അലമാരയ്ക്കകത്ത് ഒരു പാവയ ആൽബവും അതിങ്ങെടുക്കും. ഞാനൊരു മുൻകോപിയാണ്. രാജു നിന്നെ നിഷ്കളങ്കമായി നോക്കിയത് പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പകുതി മനുഷ്യനും പകുതി മൃഗവുമാണ്. ആ കഥ ഈ പാവയ്ക്കറിയാം. ഈ പാവയുടെ പേരെന്താണെന്നറിയാമോ? അറിഞ്ഞൂടാ. ഇതിന്റെ പേര് മീനയെന്നാണ്. വർഷങ്ങളായി ഞാനിതിനെ മീനാന്ന് വിളിക്കുന്നു. നിന്നെ ആദ്യമായി എസ്റ്റേറ്റിൽ വെച്ച് കണ്ടപ്പോൾ നിന്റെ പേരെന്താണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കൊച്ചുനാൾ മുതൽ ഊണിലും ഉറക്കത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നാണ് ഈ പാവക്കുട്ടി. എനിക്കവൾ ജീവനായിരുന്നു. അവളെ തൊടാൻ പോലും ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല. ഈ ഫോട്ടോ ആരുടെയാണെന്നറിയാമോ? ഇവനായിരുന്നു എന്റെ ബാല്യകാല സുഹൃത്ത്. ഇപ്പോൾ രാജു എങ്ങനെയാണോ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടവനായിരുന്നു ബാബു. ബാബു ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ബാബു ബാബു വിനോദ, പാവയൊന്നും തരില്ല. ഞാൻ തരില്ല.
ബാബുവിന്റെ ജീവനേക്കാൾ വലുത് എനിക്കെന്റെ പാവയായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ ബാബു എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. ഈ സത്യം നീ അറിയണം. ഞാനൊരു കൊലപാതകയാണ്. ഇല്ല, ഒരിക്കലുമല്ല. എന്റെ ചേട്ടൻ ഒരു കൊലപാതകയല്ല. ഞാനത് വിശ്വസിക്കില്ല. എന്നെ ഒഴിഞ്ഞു മാറുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ്? രാജു മീനെ നോക്കിയ നോട്ടമുണ്ടല്ലോ, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഞാനും ഒരു സ്ത്രീയാണ്. പ്രിയ വെറും ഒരു നോട്ടത്തിൽ നിന്ന് വളരെയധികം കണ്ടുപിടിച്ചല്ലോ. വലിയ ഡോക്ടർ തന്നെ. ഞാൻ സംസ്കാരമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്നത് സംസ്കാരമില്ലാത്തൊരു സ്ത്രീയെ പോലെയാണ്. നിങ്ങൾക്ക് സംസ്കാരമുണ്ടായിരുന്നെങ്കിൽ ഉറ്റ സ്നേഹിതൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ മോഹിക്കില്ലായിരുന്നു. പ്രിയേ, അരിശം വരുന്നു അല്ലേ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ഇതെല്ലാം ശരിയാണോ എന്ന്. ഇത്രയും ഇടുക്കും മീനയ്ക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താണ് പ്രിയ പറയുന്നത്? ഞാൻ എത്രയോ വർഷങ്ങൾ ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്തത് എത്ര പെട്ടെന്നാണ് മീന നേടിയത്. മിടുക്കി തന്നെ. മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലേ? എത്ര പെട്ടെന്നാണ് നീ രാജുവിനെ വശീകരിച്ചു കളഞ്ഞത്. പ്രിയേ, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രാജുവിന്റെ നോട്ടം ഞാനും കണ്ടു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെന്നാണോ വിചാരിച്ചത്? നീ പഠിച്ചവളാണ്, അറിവുള്ളവളാണ്. അന്തസ്സില്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്. അന്തസ്സിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കണമെന്നില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെണ്ണ് മറ്റൊരു പുരുഷനെ വലവേശുന്നത് ഏതായാലും അന്തസ്സുള്ള പ്രവൃത്തിയല്ല. പ്രിയേ, അനാവശ്യം പറയരുത്. മീനയും പ്രിയയുടെ അവർ മുറിയിലുണ്ടവരാണ്. ഇല്ല, ഇനി ഇത് മറച്ചു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. വിനോദിയേട്ടൻ കൂടി അറിയണം. മീന, എന്താണ് ഈ ബഹളം? ഓ, എനിക്ക് മനസ്സിലായി. എന്റെ രോഗത്തെ പറ്റിയുള്ള ചർച്ചയായിരിക്കും. സാരമില്ല, എനിക്കതേപ്പറ്റി പരാതിയില്ല. പിന്നെ നിങ്ങളതിന് തമ്മിൽ വഴക്ക് കൂടുന്നു. പ്രിയ വീട്ടിൽ പോകൂ. മീനെ, ഞാനൊരു മുൻകോപിയാണ്. രാജു നിന്നെ നിഷ്കളങ്കമായി നോക്കിയത് പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ സത്യം നീ അറിയണം. ഞാനൊരു കൊലപാതകയാണ്. ഞാനൊരു കൊലപാതകയാണ്. ഞാനൊരു കൊലപാതകയാണ്. ഈ സമയത്ത് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മീനെ, ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ന് രാവിലെ നീ വിവാഹസാരി അണിഞ്ഞു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നീ എന്റെ പഴയ വാനമ്പാടിയാണെന്ന്
എനിക്ക് തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കൂ. രാജു, ഞാൻ പഴയ വാനമ്പാടിയല്ല. ഇനിയും അങ്ങനെ കരുതിയാൽ എന്റെ ഭാവം മാറും. രാജു, ചേട്ടനെ ഇനിയും വഞ്ചിച്ചൂടാ. നമ്മുടെ രഹസ്യം ചേട്ടനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഇനിയും ഇത് മറച്ചു വെക്കാൻ സാധിക്കില്ല. അരുത് മീനെ, ഒരിക്കലും അരുത്. നീ അത് പറയരുത്. വേണമെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. ഇനി വൈകിപ്പോയി. രാജുവിനും ഒരു ജീവിതം വേണം. രാജു പ്രിയയെ വിവാഹം കഴിക്കണം. ഞാൻ വിവാഹം കഴിക്കേണ്ട പെണ്ണിനെ നീ തന്നെ നിർദ്ദേശിക്കുക. കൊള്ളാം. ഞാൻ കാര്യമായി പറയുകയാണ്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഒരു വഴിയുള്ളൂ. രാജു നല്ലപോലെ ആലോചിക്കും. എന്റെ 2 കൈകളാണ്. സാറിന് ചിരിക്കാം, പക്ഷെ സാറ് ചിരിക്കുമ്പോ നാട്ടുകാരും ചിരിക്കുമെന്നുള്ള കാര്യം ഓർത്തോളണം. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ അന്യപുരുഷന്റെ കൂടെ വിടുന്നത് ശരിയാണോ? പണ്ടേ എസ്റ്റേറ്റിൽ അവരെ പറ്റി പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ലോ ക്ലാസ്സാ, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ലോ ക്ലാസ്സുകാർ ഇത് നേരത്തെ അറിയും. അറിഞ്ഞാൽ മുളയിലെ നുള്ളുകയും ചെയ്യും. ഹൈ ക്ലാസ്സിൽ ലോകം മുഴുവൻ ചിരിക്കുന്നത് വരെ ഇത് തുടരും. അവസാനമായിരിക്കും നിങ്ങൾ ഇത് അറിയുന്നത്. രാജു, അന്ന് ബാബു, ഇന്ന് ചേട്ടൻ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. അതെ, ആകെ ഒരു മുഷിപ്പ് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഉല്ലാസയാത്ര പോയാലോ? നല്ല കാര്യം, പോകാമല്ലോ. ഊട്ടിയിലേക്ക് പോകാം. ഇതാണ് സീസൺ. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ കണ്ടു കണ്ട് മടുത്തു. മരണപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. പേര് കേട്ട് ഭയപ്പെടണ്ട. അതിമനോഹരമായ സ്ഥലം. കടൽ തീരമാണ്. ഞാൻ ചെറുപ്പത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നെ ഇത്രയധികം ആകർഷിച്ചിട്ടുള്ള മറ്റൊരു സ്ഥലമില്ല. ചേട്ടൻ ഇഷ്ടം പോലെ. ആ, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോകാം. വേണ്ട തയ്യാർ ചെയ്യുള്ളൂ. മീനെ, പോയി റെഡി ആയിക്കോളൂ. വേഗം ആട്ടെ. അവിടെയാണ് മരണപ്പാറ. വല്ലാത്ത പേര്. അവിടെ നിന്നും കടൽ കാണാൻ എന്ത് മനോഹരമാണെന്ന്. രാജു, എന്താ ചേട്ടാ? മീനെ അവിടെ കൊണ്ടുപോയി കടൽ കാണിക്കും. എനിക്ക് പേടിയാവുന്നു. അതിനല്ലേ രാജുവിനെ കൂടെ അയക്കുന്നേ. യു ഷുഡ് നോട്ട് മിസ് ദി ഫാന്റാസ്റ്റിക് സൈറ്റ്. ഇന്ന് എന്താണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല. എന്തായാലും ചേട്ടൻ എന്നേക്കും സന്തോഷത്തോടു കൂടി കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ചേട്ടൻ ഭാഗ്യവാൻ തന്നെ. മീന ചേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്കിവിടുന്ന് പോകാം. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ചുറ്റും മരണം പതിയിരിക്കുന്നത് പോലെ തോന്നുന്നു. സ്ത്രീകൾ എന്നായാലും സ്ത്രീകൾ തന്നെ. വരൂ, നമുക്കിവിടെ നിൽക്കണ്ട.
ഈ മനോഹരമായ സ്ഥലം നീ വേറെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ കണ്ടത് മതിയായി. മീന വല്ലാതെ ഭയന്നുപോയി. മീന ഇവിടെ വിശ്രമിക്കും. രാജു, എന്താ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ കാഴ്ച ഞാനും ഒന്ന് കണ്ടോട്ടെ. സൂക്ഷിക്കണേ. ആ അറ്റം വരെ കൊണ്ടുപോകും. ചേട്ടാ, ഇവിടെ ഇരുന്നും കടൽ കാണാമല്ലോ. എനിക്ക് കാലുകളെ ഇല്ലാതുള്ളൂ. ചേട്ടൻ എന്തു പറ്റി? ചേട്ടനോ? എന്നെ അങ്ങനെ വിളിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? വഞ്ചകൻ! ചേട്ടാ, നീ എന്നെ വഞ്ചിച്ചവനാണ്. എന്റെ ജീവിതം നശിപ്പിച്ചവനാണ്. നിന്നെ നീ മരിച്ചില്ല അല്ലേ? ഞാൻ മരിക്കണോ ചേട്ടാ? എനിക്ക് ജീവൻ തന്ന ആളിനാണല്ലോ അതെടുത്തു കളയാനുമുള്ള അവകാശം. ചേട്ടൻ എന്നെ വഞ്ചകനെന്ന് വിളിച്ചു. അതിലും ഭേദം എന്നെ കൊല്ലുന്നതാണ്. എന്റെ ഭാര്യയാകാൻ പോകുന്നതുമായി രഹസ്യവേഴ്ചയുള്ള നിന്നെ ഞാൻ എന്ത് വിളിക്കണം? ചേട്ടാ, കള്ളം. അത് പച്ച കള്ളമാണ്. രാത്രി മീന് നിന്റെ മുറിയിൽ വരാറുണ്ടായിരുന്നു. അതും കള്ളമാണോ? അന്നൊരു ദിവസം എന്റെ മുറിയിൽ വന്നിരുന്നു. എന്തിനാ? അതേപ്പറ്റി സംശയിക്കണ്ട. ഞാൻ ഒരിക്കലും ചേട്ടനെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. ചേട്ടനും മീനയും തമ്മിൽ വിവാഹിതരാകാൻ വേണ്ടി ഒരു സത്യം ഞാൻ മൂടി വെച്ചു. എന്ത് സത്യം? ആയിരുന്നു ചേട്ടന്റെ മീന എന്ന സത്യം. ചേട്ടനെന്നെ കൊന്നുകൊള്ളൂ. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ മരിക്കുന്നതിന് മുൻപ് ഒരു സത്യമെങ്കിലും ചേട്ടൻ മനസ്സിലാക്കണം. മീന പരിശുദ്ധയാണ്. എല്ലാം തുറന്നു പറയാൻ മീന ഒരുങ്ങിയതാണ്. ഞാനാണ് വിലക്കിയത്. ചേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് സത്യം ചേട്ടനെ അറിയിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും നേടാനുമില്ലായിരുന്നു. ഇനിയും എന്നെ ചൊല്ലി ചേട്ടന് മനസ്താപം ഉണ്ടാകരുത്. ചേട്ടന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മോക്ഷം തരൂ. നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കൂ. രാജു, എനിക്ക് മാപ്പ് തരും. അങ്ങനെ പറയരുത്. ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? ചേട്ടാ, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. രാജു പോയി കുറച്ച് കാപ്പി കൊണ്ടുവരൂ. ഓ, ഞാനാണ് തെറ്റുകാരൻ. ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് നീ മീനെ വിവാഹം കഴിക്കണം. എന്റെ അവസാനത്തെ ആഗ്രഹമാണത്. ചേട്ടാ, മറക്കരുത് രാജു. ചേട്ടാ, അച്ഛൻ തേളുകുത്തിയിലിടും തുള്ളുന്നേ. തേള് തന്നെ കുത്തിയിടാ. നിനക്ക് കാര്യം വല്ലതും അറിയാമോ? വിനോദിന്റെ സ്വത്തുക്കൾ മീനയ്ക്കും രാജുവിനായിട്ട് എഴുതി വെച്ചിട്ട് അയാൾ മരിച്ചത്. വക്കീൽ വിൽപത്രം വായിക്കുന്ന ഞാൻ കേട്ടതാ. പിന്നെ ആ സ്വത്തോട് അച്ഛന്റെ പേർക്ക് എഴുതി കിട്ടുമെന്ന് വിചാരിച്ചോ? പക്ഷെ ഒരു കാര്യം നോക്കുമ്പോ അച്ഛൻ പറഞ്ഞ നേരാണല്ലോ. എങ്ങാണ്ടോ കിടന്ന അന്യന്മാർക്കാണല്ലോ സ്വത്ത് മുഴുവൻ പോയത്. ഏതായാലും അച്ഛൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഇപ്പൊ തന്നെ വിൽപത്രം തയ്യാറാക്കണം. അച്ഛന്റെ സ്വത്തുക്കൾ എനിക്കും പ്രിയയ്ക്കുമായി ഭാഗിച്ചതായിട്ട്. അപ്പൊ എന്റെ മകളെ നിനക്ക് ബോധിച്ചില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് വിവാഹമേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. നല്ല സൗകര്യമുള്ള തീരുമാനം. ചേട്ടന്റെ വിവാഹം കഴിക്കാത്ത വിധവ കൈവശം ഉണ്ടല്ലോ, കൂടെ അവളുടെ സ്വത്തും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ
പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യും? അല്ല, നീ എന്ത് ചെയ്യുമെന്ന്? അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും. നീ അത്രയ്ക്ക് വളർന്നില്ല. ഞാനെന്ന് പറയട്ടെ, നിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പുറത്താക്കും. സ്വത്ത് മോഹിച്ച് വിനോദ് മുതലാളിയെ നീ കടലിൽ തള്ളിയിട്ട് കൊന്നാണെന്ന് ഞാൻ പറഞ്ഞു പ്രചരിപ്പിക്കും. അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ ഹാജരാക്കും. എന്റെ മകളെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊലപുരത്തി കയറ്റും. നോയിക്കോ. ഇറങ്ങടോ പുറത്ത്. ഐ സേ യു ഗെറ്റ് ഔട്ട്. നീ ആര്, വിനോദ് മുതലാളിയോ? പോടാ. ഞാൻ എവിടെയാണ്? എനിക്കെന്ത് പറ്റി? നിങ്ങൾ ആരാണ്? മീനെ, തെറ്റ് എന്റേതാണ്. എല്ലാം ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടൻ മരിക്കില്ലായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി രാജു ഒരു കാര്യം ചെയ്യണം. പ്രിയയെ വിവാഹം കഴിക്കണം. അവൾ രാജുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്നറിയാമോ? എന്റെ ഈ ഒരാഗ്രഹം രാജു നിറവേറ്റണം. ഞാൻ വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. രാജുവിന്റെ വിവാഹം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞാൻ പ്രിയയുടെ അച്ഛനുമായി സംസാരിച്ചോളാം. രാജു എതിര് പറയാതിരുന്നാൽ മാത്രം മതി. രാജുവിന്റെ ചേട്ടത്തിയമ്മയുടെ തീരുമാനമാണ്. എന്താ, സമ്മതിക്കില്ലേ? എന്തിനാണ് അങ്ങനെ രക്ഷിച്ചത്? ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? സ്വാമി, 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 സ്വാമി. അങ്ങ് എനിക്ക് ജീവൻ നൽകി, എന്റെ കാലുകൾക്ക് ശക്തി തന്നു. അങ്ങ് ആരാണ്? ദൈവമോ? അങ്ങ് പോവുകയാണ്. അങ്ങ് എന്നെ കൂടി കൊണ്ടുപോകൂ. എനിക്ക് എന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ വയ്യ. എന്നെ കൂടി കൊണ്ടുപോകൂ.
ജനിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ, ജനിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ, സ്നേഹം പകർന്നും മോഹം നുകർന്നും വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വെറും മൃഗങ്ങൾ. ഞാനെന്ന ഭാവത്തിൻ ബലിപീഠത്തിൽ നാമേ നമുക്കെന്നും ബലിയാടുകൾ, ഞാനെന്ന ഭാവത്തിൻ ബലിപീഠത്തിൽ നാമേ നമുക്കെന്നും ബലിയാടുകൾ. മരണത്തിൻ ദുർമുഖം കണി കാണുമ്പോൾ കൊതിക്കുന്നു പിന്നെയും ശിശുക്കളാകാൻ, മരണത്തിൻ ദുർമുഖം കണി കാണുമ്പോൾ കൊതിക്കുന്നു പിന്നെയും ശിശുക്കളാകാൻ, കൊതിക്കുന്നു പിന്നെയും ശിശുക്കളാകാൻ. ജനിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ, സ്നേഹം പകർന്നും മോഹം നുകർന്നും വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വെറും മൃഗങ്ങൾ. വിളിച്ചാൽ കേൾക്കാത്ത വിജനതയിൽ വിരഹി ഞാൻ വിധിയുടെ തടവു പുള്ളി, വിളിച്ചാൽ കേൾക്കാത്ത വിജനതയിൽ വിരഹി ഞാൻ വിധിയുടെ തടവു പുള്ളി. കാലമാം ഗുരുവിന്റെ കണക്കുബുക്കിൽ താളിനിയിൽ എന്റെ കണക്കെഴുതാം, കാലമാം ഗുരുവിന്റെ കണക്കുബുക്കിൽ താളിനിയിൽ എന്റെ കണക്കെഴുതാൻ, താളിനിയിൽ എന്റെ കണക്കെഴുതാൻ. ജനിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ, സ്നേഹം പകർന്നും മോഹം നുകർന്നും വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വളർന്നു കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ, വെറും മൃഗങ്ങൾ. പാവം, ആഹാരം കഴിക്കാതെ തളർന്നു വീണതായിരിക്കും. ഇയാളെ നമുക്ക് കൂടെ കൊണ്ടുപോവാം. ഒരു കല്യാണത്തിന് പോവുക, വയറു നിറയെ ആഹാരം കിട്ടും. വിനോദ മോനാലിന്റെ ബംഗ്ലാവിലെ കല്യാണമാ, സദ്യ നല്ലതായിരിക്കും. വാ എന്നീര്, നമുക്കങ്ങോട്ട് വാ. വാ. നമസ്കാരം. നമസ്കാരം. ഹായ് എൽസി, ജൂലി. നമസ്കാരം. ഇതാണ് എന്റെ വിവാഹ സമ്മാനം. ചേട്ടൻ എന്റെ പേരിൽ എഴുതി വെച്ച് ചേട്ടന്റെ സ്വത്ത്. എനിക്ക് വേണ്ട മീനെ, ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല. നീ ഇത് വാങ്ങിക്കൂ പ്രിയെ. അദ്ദേഹമില്ലാതെ എനിക്കെന്തിനാണ് അദ്ദേഹത്തിന്റെ സ്വത്ത്? അന്ന് ഞാൻ മീനെ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കൂ, എനിക്കും തെറ്റുപറ്റി പ്രിയെ. ഞാൻ രാജുവിനെ പരിചയപ്പെട്ടു. പക്ഷേ എന്റെ ഹൃദയം കവർന്നത്
വിനോദേട്ടനാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ എന്റെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. വരും മോളെ. ചേട്ടൻ എനിക്ക് എഴുതി തന്ന സ്വത്ത് മുഴുവനും ഞാൻ പ്രിയയ്ക്ക് എഴുതി കൊടുത്തു. അങ്ങില്ലാതെ ഞാൻ ഈ സ്വത്തിന് അർഹയല്ല. അവിടെ നിന്നില്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ല. ചേട്ടൻ ജീവൻ ബലിയർപ്പിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ ഞാനും പോവുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഒന്നാകാൻ കഴിഞ്ഞില്ല, മരണത്തിലെങ്കിലും നമുക്ക് ഒന്നാകാം.